ഹേ ഗൈസ്, വെൽക്കം ബാക്ക് എക്സ്പോസ് ടെക്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പിന്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇതാണ് Acer എന്ന ബ്രാൻഡിന്റെ Acer Asperlite എന്ന മോഡല്. അപ്പോൾ ഈ ലാപ്ടോപ്പിന്റെ ഫുൾ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ലാപ്ടോപ്പിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എന്നാൽ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ ഇവിടെ ഇട്ടിറക്കാം. അപ്പൊ ബോക്സിൽ മെയിൻ ആയിട്ട് നമ്മളെ ലാപ്ടോപ്പ്, പിന്നെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവർ കേബിളും പിന്നെ ഒരു അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ലാപ്ടോപ്പിലോട്ട് വരുമ്പോ ലാപ്ടോപ്പ് എല്ലാം സേഫ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഡാമേജ് കുറവായിരിക്കും. പിന്നെ നമ്മളെ ലാപ്പ് നല്ല സ്ലിം ആയിട്ടുള്ള ലാപ്പാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലാപ്പാണ്. 1.5 കിലോഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ലാപ്ടോപ്പാണിത്. പിന്നെ ഈ ലാപ്ടോപ്പിന്റെ ബോഡി മുഴുവനായിട്ട് മെറ്റൽ കൊണ്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ലാപ്ടോപ്പിൽ വരുന്ന പ്രൊസസ്സർ AMDയുടെ Ryzen 5 5625U എന്ന പ്രൊസസ്സറാണ്. ഇതിൽ AMDയുടെ ഇന്റഗ്രേറ്റഡ് റേഡിയൻ ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പിൽ വരുന്ന റാം 16 GB റാമാണ്. ഇത് ഫ്യൂച്ചറിൽ 32 GB വരെ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റോറേജ് ആയിട്ട് 512 GB NVMe SSD വരുന്നുണ്ട്. ഇതും ഫ്യൂച്ചറിൽ 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അടുത്തതിൽ ഡിസ്പ്ലേ വരുന്നത് 50.6 ഇഞ്ചിന്റെ ഫുൾ HD LCD ഡിസ്പ്ലേ ആണ്. ഇത് 60 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. 250 nits ആണ് ഇതിന്റെ ബ്രൈറ്റ്നെസ് ലെവൽ വരുന്നത്. പിന്നെ ഇതിന്റെ വേറെ ഫീച്ചർ വരുന്നത് 180 ഡിഗ്രി ഫ്ലാറ്റ് ആയിട്ട് ഡിസ്പ്ലേ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേയിൽ വരുന്ന ബെസൽസ് വളരെ സ്ലിം ആയിട്ടുള്ളതാണ്. അടുത്ത ഈ ലാപ്ടോപ്പിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന പോർട്ടുകൾ ഒരു DC ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു HDMI പോർട്ട് വരുന്നുണ്ട്, പിന്നെ USB 3.2 Type A പോർട്ട് വരുന്നുണ്ട്, പിന്നെ USB 3.2 Type C പോർട്ട് വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് എതർനെറ്റ് പോർട്ട്, 2 USB 2.0 Type A പോർട്ട് വരുന്നുണ്ട്, പിന്നെ മൈക്രോ SD കാർഡ് സ്ലോട്ടും വരുന്നുണ്ട്, സിം സ്ലോട്ടും വരുന്നുണ്ട്, പിന്നെ ഒരു ഓഡിയോ ജാക്കും വരുന്നുണ്ട്. അടുത്തതിൽ കൊടുത്തിട്ടുള്ള കീബോർഡ് അത്യാവശ്യം സൈസ് ഉള്ള ഒരു കീബോർഡാണ്. ഇതിൽ നമ്പർ പാഡും വരുന്നുണ്ട്. ഇതിന്റെ RGB ലൈറ്റ് ഉള്ള മോഡൽ വരുന്നുണ്ട്. ഞാനിവിടെ RGB ലൈറ്റ് ഇല്ലാത്ത മോഡലാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നതാണ്. വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു കീബോർഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ട്രാക്ക് പാഡും അത്യാവശ്യം സൈസ് ഉള്ളതാണ്. അടുത്ത ഇതിൽ വരുന്ന വെബ് ക്യാം 720p ഒരു HD വെബ് ക്യാം ആണ്. അത്യാവശ്യം ഡീസന്റ് ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഇത്. പിന്നെ സ്പീക്കറും അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള ഒരു സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഡുവൽ മൈക്ക് സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാഷ്വൽ യൂസേജിനൊക്കെ ഒരു 6-7 മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടും. പിന്നെ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മണിക്കൂറൊക്കെയാണ് ബാക്കപ്പ് കിട്ടുക. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് ഈ ലാപ്ടോപ്പ് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത നമുക്ക് ഈ ലാപ്ടോപ്പ് ബൂട്ട് ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ലാപ്ടോപ്പ് ഓൺ ആക്കാണ്. അപ്പൊ വെറും 17 സെക്കൻഡാണ് ഈ ലാപ്ടോപ്പ് ബൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന് തന്നെ മനസ്സിലാക്കി ലാപ്ടോപ്പിൽ കൊടുത്തിട്ടുള്ള പ്രൊസസ്സർ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത്. അപ്പൊ ഇനി അടുത്തതാണ് ഏതോ ലാപ്ടോപ്പിന്റെയും മെയിൻ ഘടകം പെർഫോമൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ലാപ്ടോപ്പിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഞാനിതിൽ ഫിൽമോറ, ക്യാപ്കട്ട്, പ്രീമിയർ പ്രോ എന്നിങ്ങനെയുള്ള എഡിറ്റിംഗ് ആപ്സ് എല്ലാം ഉപയോഗിച്ച് നോക്കി. ഒരു തരത്തിലുള്ള ലാഗ് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. അപ്പോൾ എഡിറ്റിങ്ങിനൊക്കെ ഒരു പറ്റിയൊരു ബെസ്റ്റ് ലാപ്ടോപ്പാണിത്. പിന്നെ ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ GTA 5 പോലുള്ള ഗെയിംസ് ഒക്കെ ഇതിൽ സ്മൂത്ത് ആയിട്ട് റൺ ആവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഈ ലാപ്ടോപ്പിനെ പറ്റി പറയാനുള്ളത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 34,500 ആണ്. ഞാനിത് ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തത്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം. ബൈ.